ഈ 10 നക്ഷത്രങ്ങൾ 2025 താരങ്ങളാകും. അറിവില്ലാത്തവർ എത്ര തന്നെ ജ്യോതിഷത്തെ കുറ്റം പറഞ്ഞാലും അറിവുള്ളവർക്ക് അറിയാം ഗോചരാൽ എന്താണ് നടക്കുന്നത്, അത് എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നോ. നവഗ്രഹങ്ങളിലെ പ്രധാനിയായ 2 ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും. ഈ 2 മഹാഗ്രഹങ്ങൾ ആണ് ഓരോരോ ആൾക്കാരും ആ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഗോചരാൽ ഈ 2 ഗ്രഹങ്ങളും അനുകൂലമായി വരുന്നവരാണ് ആ കാലഘട്ടത്തിൽ ഓരോരോ മഹാസംഭവങ്ങൾ ചെയ്തു കൂട്ടുന്നതും വലിയ വലിയ സ്ഥാനങ്ങൾ നേടുന്നതും പല പല പദവികളിലിരിക്കുന്നതും. ഇത് നഗ്നമായ ഒരു സത്യമാണ്. ഇതിനെ ഭേദിക്കാൻ ആർക്കും സാധിക്കില്ല, ഒരു ശാസ്ത്രത്തിനും പറ്റില്ല. ഈ ശാസ്ത്രം പോലും നീങ്ങുന്നത് ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നിങ്ങളൊരു യുക്തിവാദിയെ കണ്ടെന്നിരിക്കട്ടെ, അയാളുടെ ജാതകം പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ ഗ്രഹമായ ബുധൻ, അതായത് മെർക്കുറി, പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ പെട്ട് കിടക്കുകയാണെന്ന്. ആ പാപഗ്രഹമാണ് അദ്ദേഹത്തെ കൊണ്ട് നാസ്തിക ചിന്ത ഉണ്ടാക്കിക്കുന്നത്. ജാതകത്തിലാണ് ഇതുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ഒരു ജീവിതകാലം അദ്ദേഹം നാസ്തികം പറഞ്ഞ് നടക്കും. ഭൗതികവാദികളുടെയും വൈരുദ്ധ്യാത്മക ഭൗതികവാദികളുടെയും ജാതകം പരിശോധിച്ചാൽ ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. മെർക്കുറിക്ക് ശുഭക്ഷേത്രത്തിൽ ശുഭക്ഷേത്രത്തിൽ സ്ഥിതിയോ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് ശ്രീകൃഷ്ണ ഭക്തിയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് വിരുദ്ധമായി വരുന്നതാണ് അതിന് എതിരായിട്ട് ഓരോ പ്രപഞ്ചശക്തിയെയും എതിർത്തുകൊണ്ട് പറയുന്ന യുക്തിവാദവും നാസ്തികവും മറ്റു എന്ത് പ്രസ്ഥാനങ്ങളുടെ അതിൻ്റെ മൂല ചിന്താഗതികളും. അതുകൊണ്ട് തന്നെ നമുക്ക് ജാതകത്തിന് പ്രാധാന്യം നൽകുന്നു. അതുപോലെ തന്നെ ഗോചരാൽ ആ കാലഘട്ടം എങ്ങനെയെന്ന് മനുഷ്യനെ സൂചിപ്പിക്കുന്നു. ഇപ്രാവശ്യം ശനിയും വ്യാഴവും അനുകൂല സ്ഥിതിയുള്ള നക്ഷത്രങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അവരായിരിക്കും ഈ 2025 താരങ്ങൾ. ആ നക്ഷത്രം ഏതെന്ന് നോക്കാം. രോഹിണി, മകയിരം, പുണർദം, പൂയം, ആയില്യം, അനിഴം, തൃക്കേട്ട, പൂരാടം, ഉത്രാടം. ഇവരാണ് ആ നക്ഷത്രക്കാർ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. നന്ദി, നമസ്കാരം.